ഞാൻ പപ്പാളിപ്പഴം തേച്ച് കൊടുക്കട്ടെ. എங்க தஞ்சாவூர்ல கல்யாணம் உண்டு. நீ பாக்கணும் எங்க அக்காவெல்லாம் கருப்பா இருக்கிற. കറുപ്പായ എന്താണ് കുഴപ്പം? ഇത് തേച്ചിട്ട് നിങ്ങള് വെളുത്ത് പളപളാ സുന്ദരിയാവും. എന്താ ചേച്ചി അങ്ങനെ ഒരു പറച്ചില്, വെളുത്ത് വളവളാ സുന്ദരിയാവുന്നത്? സോ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് പറയുന്നു വെളുത്താലേ സൗന്ദര്യമുള്ളൂ. ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഓരോ ബ്രാൻഡുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത് സമൂഹത്തിലെ ഒരു നിറത്തിനെ ഇൻഫീരിയർ ആക്കിക്കൊണ്ടാവരുത്. 14ഉം 12ഉം വയസ്സുള്ള ഒത്തിരി അനുജന്മാരായിട്ടുള്ള പിള്ളേർ എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമാവുന്നുണ്ട്. ചേട്ടാ എനിക്ക് കറുപ്പായതുകൊണ്ട് എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് വെളുക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? വെളുക്കാൻ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടോ ചേട്ടാ? ഞാൻ കറുപ്പാണ്, എന്നെ കാണാൻ ഒരു ഭംഗിയില്ല. 2026ലും ഈ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമാണ് എനിക്ക്. ചെറിയ കുട്ടികളെന്നോ മുതിർന്നവരോ എന്നില്ലാതെ ഇവരുടെ മനസ്സിലേക്കൊക്കെ ഈ ചോദ്യങ്ങൾ കുത്തിവെക്കുന്നത് ആരാണ്? അതിന് ഏറ്റവും വലിയ കാരണം ഒരു സംശയമില്ലാതെ ഞാൻ പറയും സ്കിൻ കെയർ ഇൻഡസ്ട്രി തന്നെയാണ്. പക്ഷേ ഇന്ന് 2026 നമ്മൾ നിൽക്കുമ്പോൾ സ്കിൻ കെയർ ഇൻഡസ്ട്രിയിലും ഒത്തിരി മാറ്റങ്ങളുണ്ട്. ലൈറ്റർ സ്കിൻ ടോണുകാർ മാത്രമല്ല ഭംഗിയുള്ളവര്, അഥവാ ഡാർക്കായിരിക്കുന്നവരെ കാണാൻ ഭംഗിയില്ല എന്നുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മാറി തുടങ്ങി. ബട്ട് സ്റ്റിൽ ഇതേപോലത്തെ ഒത്തിരി ബ്രാൻഡുകൾക്ക് അവർക്ക് കച്ചവടം കൂട്ടാൻ, അവരുടെ കയ്യിലേക്ക് കാശ് കുറെ വരാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിലേക്ക് ആ പഴയ ഡാർക്കായ സ്കിന്നുകാർ ഇൻഫീരിയർ ആണ്, ലൈറ്റർ സ്കിന്നുകാരാണ് സുപ്പീരിയർ എന്നുള്ള കോൺസെപ്റ്റ് റേസിസം പിന്നെയും ബിൽഡ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നല്ലോ എന്ന് കാണുമ്പോൾ പിറ്റി ഓൺ യു ഗൈസ്. വീഡിയോ കാണുന്ന നിങ്ങളോട് പറയാനുള്ളത്, സൗന്ദര്യം ഒരു നിറത്തിലല്ല, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. നമുക്ക് ഒരുമിച്ച് നിന്ന് സ്കിൻ ഹെൽത്തി ആക്കാം, സ്കിൻ കെയർ ചെയ്യാം, അല്ലാതെ ഇല്ലാത്ത നിറം ഉണ്ടാക്കുക, വെളുക്കുക, ഇമാതിരി കോൺസെപ്റ്റ് ചെയ്യുന്ന എല്ലാ എണ്ണത്തിനും ഞാൻ ഉറപ്പായിട്ടും പൊക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇവന്റെയൊക്കെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് റേസിസം സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലമല്ല. നിങ്ങൾ ചെയ്തതൊക്കെ ചെയ്തു, ഇനിയെങ്കിലും ഇമാതിരി സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാതിരിക്കുക. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരേ വാല്യൂ ഉള്ള പോലെ തന്നെ എല്ലാ നിറത്തിനും ഒരേ വാല്യൂ തന്നെ വേണം. നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഒരിക്കലും മനസ്സിലാവത്തില്ല. ഇച്ചിരി ഡാർക്കായിരിക്കുന്നതിന്റെ പേരിൽ കളിയാക്കലുകളും വിഷമങ്ങളും സഹിക്കുന്ന ഒത്തിരി പേര് കേരളത്തിലുണ്ട്. അതിന് നിങ്ങളെപ്പോലത്തെ ബ്രാൻഡുകളെ മാത്രം കുറ്റം പറയുന്നില്ല. ബ്യൂട്ടി ഇൻഡസ്ട്രി, ക്രിയേറ്റേഴ്സ്, സെലിബ്രിറ്റീസ്, മൂവീസ്, ഇതെല്ലാം ഇതിന് കാരണക്കാർ തന്നെയാണ്. സോ ഓരോ ബ്രാൻഡുകളും ക്രിയേറ്റേഴ്സും ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ശ്രമിക്കേണ്ടത് സ്കിൻ ഹെൽത്തി ആക്കുക, സ്കിൻ കെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ ഇല്ലാത്ത വെളുപ്പുണ്ടാക്കുക, വെളുത്തിട്ട് പാറുക, അങ്ങനത്തെ കോൺസെപ്റ്റ് ചെയ്യുന്നവനെ ഒക്കെ നിർത്തലാക്കാനുള്ള പരിപാടി നോക്കുക.